السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫ് അവസാന സമയം ശവ്വാൽ മുക്കറം 1-ാം തീയതി അല്ലാഹു സുബ്ഹാനഹു തആല പെരുന്നാരാവിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ വസിയത്ത് ചെയ്തവർ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും സലാമത്തുൽ ഈമാനും സആദത്തുദ്ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് സൂറത്തുൽ ആല 14-15 ആയത്തുകളിൽ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറസ്മ റബ്ബിഹി ഫസ്വല്ല. തീർച്ചയായും പരിശുദ്ധി നേടിയവർ വിജയിച്ചിരിക്കുന്നു എന്നും തൻ്റെ റബ്ബിൻ്റെ പുണ്യനാമം കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തവർ വിജയിച്ചു എന്ന് സൂറത്തുൽ ആല 14-15 ആയത്തുകളിൽ പറഞ്ഞു. ഇതിൻ്റെ വിശദീകരണത്തിൽ അൽ ഖുർആനു ദു ഉജൂഹിൻ എന്ന നിലക്ക് മുഫസ്സിരീങ്ങളായ മഹത്തുക്കൾ ധാരാളം തഫ്സീറുകൾ പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ തസക്ക ഐ തത്വഹറ ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ശുദ്ധിയായ ആൾക്കാർ, വളരെ പ്രധാനപ്പെട്ടത് ഈമാനാണല്ലോ. ഈമാൻ കൊണ്ട് ശുദ്ധിയായി അതോടുകൂടെ തസദ്ദഖ സ്വദഖത്തൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് കൊടുത്തവർ വിജയിച്ചു എന്നും വദക്കറസ്മ റബ്ബിഹി ഫസ്വല്ല, 5 വക്ത് നിസ്കരിച്ച ആൾക്കാർ അതോടുകൂടെ പെരുന്നാൾ ദിനം തക്ബീർ ചൊല്ലി പെരുന്നാൾ നിസ്കരിച്ചവർ അവർ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ മുഫസ്സിരീങ്ങൾ ഖതാദ, അതാ തുടങ്ങിയ സാദാത്യങ്ങൾ റഹിമഹുമുള്ള അവരൊക്കെ തഫ്സീർ പറഞ്ഞത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ് 2-ാം വാല്യം 28-ാമത്തെ പേജിലും രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും സക്കാത്തുൽ ഫിത്ർ, സക്കാത്തുൽ ബദന്, സ്വദഖത്തു റമളാൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സക്കാത്തുൽ ഫിത്ർ, നാം ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ ഷരീഫിലാണ് എല്ലാ സക്കാത്തുകളും നിർബന്ധമാകുക എന്ന് ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. സക്കാത്തുകളെല്ലാം നൽകേണ്ടത് പരിശുദ്ധ റമളാൻ മാസത്തിലാണ് എന്ന ഒരു ധാരണ, അത് ഒരിക്കലും ശരിയല്ല എന്ന് ആദ്യമായി ഉണർത്തുന്നു. ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ, സ്വദഖത്തുൽ ഫിത്ർ മാത്രമാണ് പരിശുദ്ധ റമളാൻ മാസവുമായി നേരിട്ട് ബന്ധമുള്ളത്. കാരണം പരിശുദ്ധ റമളാന്റെ അവസാനത്തെ പകല് അവസാനിക്കുമ്പോൾ, അത് റമളാൻ ഷരീഫ് കഴിയുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയം, അതോടുകൂടെയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ഷവ്വാലിൻ്റെ തുടക്കവും റമളാൻ ഷരീഫിൻ്റെ അവസാനവും ആ 2 ജുസ് എത്തിക്കുമ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. അപ്പോൾ റമളാനുമായി ബന്ധപ്പെട്ട സക്കാത്ത് അത് ഫിത്ർ സക്കാത്ത് മാത്രമാണ്. അതേ സ്ഥാനത്ത് മറ്റു സക്കാത്തുകളെല്ലാം വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. റമളാന് വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല, കാരണം അത് പിന്തിക്കലാകും, അത് ഹറാമായി വരും. റമളാന്റെ മുമ്പ് സക്കാത്തിന്റെ വർഷം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സക്കാത്ത് നിർബന്ധമാകും. റമളാൻ വരെ പിന്തിക്കാൻ പറ്റൂല. അതേ സ്ഥാനത്ത് റമളാന്റെ ശേഷമാണോ സക്കാത്ത് നിർബന്ധമാകുന്നത്, എന്നാൽ റമളാന്റെ ആ പോരിശ ലഭിക്കാൻ വേണ്ടി ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് റമളാൻ ഷരീഫിൽ തന്നെ സക്കാത്ത് കൊടുക്കാം. തഅജീലു സക്കാത്ത് അത് ജായിസാണ് എന്ന നിലക്ക് അത് ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ഫിത്ർ സക്കാത്ത് മാത്രമാണ് റമളാനുമായി ബന്ധപ്പെട്ട സക്കാത്ത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് മാത്രമാണ് റമളാൻ മാസവുമായി നേരിട്ട് ബന്ധമുള്ളത് എന്നും പരിശുദ്ധ റമളാനിലെ അവസാന സമയത്താണ് ഇത് നിർബന്ധമാകുന്നത് എന്നും, അപ്പോൾ ഫിത്ർ സക്കാത്ത്
ആണ് റമദാൻ മാസവുമായി ബന്ധമുള്ളത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റു സക്കാത്തുകളെല്ലാം അതുപോലെയല്ല. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ കച്ചവട സക്കാത്ത് നിർബന്ധമാകുന്നത് കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു വർഷം പൂർത്തിയായാൽ ആ പൂർത്തിയാകുന്ന സമയമാണ് കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുക. ഉദാഹരണം പറയാം, മുഹറം 1 കച്ചവടം തുടങ്ങി, അടുത്ത മുഹറം 1 സക്കാത്ത് നിർബന്ധമാകുക. സക്കാത്ത് നൽകാനുള്ള ധനവും ആ സമ്പത്തും അതുപോലെ മുസ്തഹിഖീങ്ങളായ അവകാശികളും അവിടെ ലഭ്യമാണോ എന്നാൽ അപ്പോൾ തന്നെ സക്കാത്ത് നിർബന്ധമാണ്. അടുത്ത റംസാന് നൽകാൻ വേണ്ടി നീട്ടിവെക്കുന്നത് അത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന് ആദ്യമായി നാം മനസ്സിലാക്കണം. ഇനി ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് യോജിച്ച വീട്, ആവശ്യമായിരിക്കുന്ന ഖാദിമ്, നമുക്ക് ആവശ്യമുള്ള ഒരു ഖാദിമ് പെരുന്നാൾ ദിവസത്തിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കുമുള്ള ഭക്ഷണം, വസ്ത്രം, കടം ഉള്ളവർക്ക് കടം വീട്ടാനുള്ള സമ്പത്തും ഇത് മാറ്റിവെച്ചിട്ട് ശേഷം സമ്പത്ത് ബാക്കി ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്കെല്ലാം ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഈ പറയപ്പെട്ട ആവശ്യങ്ങൾ കഴിഞ്ഞ് സമ്പത്തോ അറിയോ അതന്നെ ഉണ്ടായിക്കൊള്ളുമെന്നില്ല. ഉടമസ്ഥതയുള്ള ഭൂമി, കെട്ടിടം, വാഹനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ മൊത്തം സാമ്പത്തിക ശേഷി പരിഗണിച്ചു കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സക്കാത്ത് ബാധിക്കും എന്ന് പറയാം. അതായത് ഈ സമ്പത്ത് ഈ പറഞ്ഞ കഴിഞ്ഞതിന്റെ ശേഷം സമ്പത്ത് ബാക്കിയുണ്ടോ എന്നാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡമാണെന്ന് നാം മനസ്സിലാക്കണം. ഈ വിധം സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിലോ സ്വത്തിന്റെയും, അതായത് ഈ പറഞ്ഞ സമ്പത്ത് കൈകൊണ്ട് സ്വന്തത്തിന്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും അവരെ ചെലവ്, പെരുന്നാൾ ദിനത്തിന്റെ ചെലവ് വെച്ച് ബാക്കി സമ്പത്ത് ഉണ്ടെങ്കിൽ, യോജിച്ച വീട്, അതുപോലെ ഖാദിമ്, അതുപോലെ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള മാർഗം, കടം എന്ന് പറഞ്ഞാൽ അത് അവധിയെത്തിയ കടമാകാം, അതേ സ്ഥാനത്ത് ശേഷം നിർബന്ധമാകുന്ന പിന്നീട് വീട്ടേണ്ട കടങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുമെന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹ്ഫ 313 പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും ആ കടങ്ങളൊക്കെ ബാക്കി വെച്ച്, കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി സമ്പത്ത് നീക്കി വെച്ച് ബാക്കി സമ്പത്ത് ഉണ്ടെങ്കിൽ ആണ് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ആ ഫിത്ർ സക്കാത്ത് അപ്പോൾ അതിൻ്റെത് നാം കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ഫിത്ർ സക്കാത്ത് ഈ വിധം സാമ്പത്തിക ശേഷിയുള്ളവൻ സ്വന്തത്തിന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫിന്റെ അവസാന സമയം, ഷവ്വാലിന്റെ ആദ്യ സമയം, അത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ, സംഗമിക്കുമ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുക, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ പ്രസ്തുത സമയം ഈ പറഞ്ഞ വിധത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടോ ആ സമയത്ത് എന്നാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ വലിയൊരു സമ്പന്നർക്ക് മാത്രമേ ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്താണ്. അപ്പൊ ഫിത്ർ സക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യ ഭക്ഷണമായ, മുഖ്യ ആഹാരമായ ധാന്യമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മുഖ്യ ആഹാരം ഗാലിബ് കൂത്തിൽ ബലത് എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ അത് അരിയാണ്. അപ്പൊ അരിയാണ് നൽകൽ നിർബന്ധമുള്ളത്. ഒരാൾക്ക് വേണ്ടി ഒരു സ്വാഗ്, അവിടെ അത് വലിയവർക്ക്, ചെറിയവർക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് ഒരാൾക്ക് വേണ്ടി ഒരു സ്വാഗ്, ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ് അരിയാണ് നൽകേണ്ടത്. അളവാണ് മാനദണ്ഡം, തൂക്കമല്ല. നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഫിത്ർ സക്കാത്ത് നിർബന്ധം പറഞ്ഞാൽ അളന്നിട്ട് നോക്കുമ്പോൾ ആണ് സ്വാഇന്റെ കണക്ക് കിട്ടുക. 3 ലിറ്ററും 200 മില്ലി ലിറ്ററും, അതായത് 3.200 ലിറ്റർ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ. പലപ്പോഴും പലരും ചോദിക്കും, ഇതാണ് വ്യത്യസ്തമായി, ഒരു വർഷം വേറെ പറയും, വേറെ വർഷം ആദ്യമൊക്കെ പറഞ്ഞ് 2 കിലോ 450, പിന്നെ 2.5 കിലോ, പിന്നെ 2.600, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് തൂക്കത്തിൽ കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല.
അളവ് അനുസരിച്ചാണ് നമുക്ക് 3 ലിറ്റർ 200 മില്ലി ലിറ്റർ, അത് 3.200 ലിറ്റർ, ഇത് മാറ്റി പറയേണ്ടതില്ല. ഖിയാമത്തിനാൾ വരെ ഫിത്ർ സക്കാത്തിന്റെ കണക്ക് ഇത്ര തന്നെയാണ്, 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അത് തൂക്കമനുസരിച്ച് നൽകുമ്പോൾ ചിലപ്പോ നമ്മൾ തൂക്കമനുസരിച്ച്, ഗ്രാം അനുസരിച്ച്, കിലോ അനുസരിച്ച് കൊടുക്കുമ്പോൾ ഈ 3 ലിറ്ററും 200 മില്ലി ലിറ്ററിനേക്കാളും കുറയാതെ നൽകണം. അത് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. ചെറിയവരും വലിയവരും നല്ല വ്യത്യാസം, ഇവിടെ ആണ് പെണ്ണെന്ന വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരേ അളവാണ്. സ്വന്തത്തിലേക്കും അതുപോലെ സ്വന്തം ചെലവ് നൽകാൻ നിർബന്ധമുള്ള ഓരോരുത്തർക്കും വേണ്ടി ഒരാൾക്ക് 3.200 ലിറ്റർ, അതായത് 3 ലിറ്ററും 200 മില്ലി ലിറ്റർ എന്ന കണക്കനുസരിച്ച് ഉദാഹരണം പറ 10 ആളുകളുടെ 32 ലിറ്റർ അരി നൽകണം. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതേ സ്ഥാനത്ത് തൂക്കം അനുസരിച്ച് നോക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഏതായാലും മുഖ്യ ആഹാരമായ ഗാലിബ് ഖൂത്തിൽ വലുതായ ധാന്യമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. അപ്പൊ പണം പൈസ ഒന്നും കൊടുക്കാൻ പറ്റൂല, അരി തന്നെ കൊടുക്കണം. ഗ്ലൂക്കോസ് കയറ്റുന്നിടത്ത് ഗ്ലൂക്കോസ് തന്നെ, രക്തം കൊടുക്കുന്നിടത്ത് രക്തം തന്നെ എന്ന് പറഞ്ഞ മാതിരി ഫിത്ർ സക്കാത്തിന് ഫിത്ർ സക്കാത്ത് ആ അരി തന്നെ കൊടുക്കണം. ഗാലിബ് ഖൂത്തിൽ വലത് ആയ ആ കൂത്താണ് കൊടുക്കേണ്ടത്, അതിന്റെ വില സമ്പത്തല്ല കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കണം. ഇനി പൈസ കൊടുത്ത് പണം നൽകിയാലോ ഫിത്ർ സക്കാത്തായിട്ട് അത് വീടപ്പെടൂല, അത് മതിയാവുകയുമില്ല. ഇതാണ് നമ്മുടെ മസ്ലക്കനുസരിച്ച് ഫിത്ർ സക്കാത്ത് ഖീമത്ത് നൽകിയാൽ മതിയാവുകയില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ അയിമത്തു ഷാഫിയ്യ ഇത്തിഫാഖായി മുത്തഫഖുനായി ഇജ്മാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാല്യം 324, നിഹായത്തുൽ മുഹ്താജ് 3-ാം വാല്യം 123, മുഗ്നിൽ മുഹ്താജ് 1-ാം വാല്യം 470 തുടങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാര്യം നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതും നാട്ടിൽ തന്നെ കൊടുക്കണം. നോമ്പിന്റെ മുദ്ദുകളൊക്കെ നാട്ടിലും പുറത്തു നാട്ടിലും കൊടുക്കുക. അതേ സ്ഥാനത്ത് ഫിത്ർ സക്കാത്ത് പോലത്തെ സക്കാത്ത് അത് നാട്ടിൽ തന്നെ കൊടുക്കണം. നാട്ടിൽ കൊടുക്കാറുള്ള നാടിന്റെ പുറത്തുള്ള ആള്, അവിടെ ഉദാഹരണം പള്ളിയിലെ ഇമാമോ അതുപോലത്തെ ആളുകളൊക്കെ മറ്റൊരു നാട്ടുകാരനാണ്, എന്നാൽ നമ്മുടെ നാട്ടിൽ ഇമാമായിട്ടോ അല്ല മറ്റോ വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം അത് മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വിരോധമില്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവൽ ഫിഖ്ഹിയത്തിൽ കുബ്രയുടെ 2-ാം വാല്യം 32-ാമത്തെ പേജിൽ പറഞ്ഞ മസ്അലയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. അപ്പൊ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം കടം അതുപോലെ കുടുംബത്തിന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ രാത്രിക്കും പകലും ആവശ്യമായ അതുപോലെ അവനിക്ക് യോജിച്ച വസ്ത്രങ്ങള്, വീട്, ഖാദിമ് സേവകന്, അങ്ങനെ പെരുന്നാൾ രാപ്പകളിലെ മതിയായ ഭക്ഷണപാനീയങ്ങൾ ഇത് കഴിച്ച് ഫിത്ർ സക്കാത്തിലേക്ക് തിരിക്കാനുള്ള സമ്പത്തുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, ആ നിശ്ചിത നിമിഷങ്ങളിൽ കയ്യിലുള്ള ഉറക്കയും അവന്റെ നിമിഷങ്ങളിൽ അവന്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഈ തുക ഉണ്ടെങ്കിൽ, സ്വന്തത്തിന്റെ ചെലവ് മറ്റുള്ള ചെലവ് കഴിച്ചിട്ട് ബാക്കി സമ്പത്തുണ്ടെങ്കിൽ അവനക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. തുഹ്ഫ 3-ാം വാല്യം 305 പറഞ്ഞത് കാണാം. പെരുന്നാൾ രാപ്പകല് ഭക്ഷണം ചെലവെടുക്കൽ നിർബന്ധമെന്ന് പറഞ്ഞാല് ഭക്ഷണം കൊടുക്കാനുള്ള ചെലവില് അതില് മനുഷ്യന്മാരനായിക്കൊള്ളുന്നില്ല, മറ്റു ജീവികളും ഇവന്റെ അണ്ടറുള്ള മനുഷ്യർക്കും അതുപോലെ മറ്റു ജീവികൾക്കും അതിന് ചെലവ് കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ എന്നാണ്. അതായത് പെരുന്നാൾ രാപ്പകലുകളിൽ നൽകേണ്ട ഭക്ഷണം എന്നതിൽ ചെലവിന് നൽകേണ്ട മനുഷ്യതും അതുപോലെ മറ്റു ജീവികൾ അവരെ ഭക്ഷണം ഉൾപ്പെടുമെന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാല്യം 312-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ഫിത്ർ സക്കാത്ത് ആ പറഞ്ഞ കൈവ് ഇല്ലാത്തവർക്ക്, ആ സമയത്ത് കൈവില്ലാത്തവർക്ക് പെരുന്നാൾ ദിവസത്തിൽ കൈവുണ്ടായാൽ ഫിത്ർ സക്കാത്ത് വീട്ടിൽ സുന്നത്താണ്. അതായത് പെരുന്നാൾ രാവ് മഗ്രിബിന്റെ സമയത്തൊന്നും ഓനക്കെന്തില്ല, ഫിത്ർ സക്കാത്ത് നിർബന്ധമായ സാഹചര്യം അല്ല ഉള്ളത്. പക്ഷെ പെരുന്നാൾ പകൽക്ക് ഓനക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള കഴിവ് അവനക്ക് ഉണ്ടായി. എന്നാലോ ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല, എങ്കിലും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തുഹ്ഫ 3-ാം വാല്യം 312 പറഞ്ഞു. കാരണം പെരുന്നാൾ രാവ് കണക്ക് നിർബന്ധമാകുന്നത് നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെയാണ്. ഹനഫിക്ക് സുബിഹിന്റെ ആ സമയത്ത് ഫജ്ർ സാദിഖിന്റെ ആ സമയത്തിന്റെ കണക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി
നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ഫിത്ർ സക്കാത്തിന്റെ ആ പറഞ്ഞ നിമിഷം, സൂര്യൻ അസ്തമിക്കുക, റമദാന്റെ അവസാനം, അതുപോലെ ശവ്വാലിന്റെ തുടക്കം, ആ നിമിഷങ്ങളിൽ കഴിവ് ഇല്ല, പക്ഷേ പെരുന്നാൾ ദിവസത്തിൽ കഴിവുണ്ടായാൽ ഫിത്ർ സക്കാത്ത് വീട്ടിൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർക്ക് രേഖപ്പെടുത്തി. അപ്പൊ ഈ ഫിത്ർ സക്കാത്ത് പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായവർക്ക് കൊടുക്കലും ആ നിലക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഫിത്ർ സക്കാത്ത് അതിന് 5 ടൈമുകളാണുള്ളത്. ഫിത്ർ സക്കാത്തിന് 5 ടൈമുകളുണ്ട്, നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിത്ർ സക്കാത്ത് 5 ടൈമുകൾ. ഒന്ന്, റമദാൻ ഷരീഫിന്റെ അവസാന സമയത്ത്, റമദാൻ ഷരീഫിന്റെ അവസാന സമയത്ത്, അതായത് ശവ്വാലിന്റെ തുടക്ക സമയം, റമദാന്റെ അവസാനത്തെ സൂര്യൻ അസ്തമയം, അന്ന് പെരുന്നാൾ ആയത്, ആ പെരുന്നാൾ രാവായല്ല, ആ മുതൽക്ക് കൊടുക്കല് ഫിത്ർ സക്കാത്ത് നിർബന്ധമായ സമയമാണ്. നിർബന്ധ സമയം അപ്പോഴാണ്. അതേ സ്ഥാനത്ത് ജായിസായ സമയമോ റമദാൻ 1 മുതൽക്ക് തന്നെ കൊടുക്കൽ ജായിസാണ്. റമദാൻ 1 മുതൽക്ക് തന്നെ, കാരണം റമദാന്റെ സക്കാത്ത് ആയതുകൊണ്ട്, റമദാന്റെ സ്വതക്കയായതുകൊണ്ട് റമദാന്റെ 1 മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ വാങ്ങുന്നവനും അതുപോലെ കൊടുക്കുന്നവനും പെരുന്നാൾ ദിനം ആ തുടങ്ങുന്ന സമയത്ത് ആ കൊടുക്കാനും വാങ്ങാനും അർഹതനായിരിക്കണം. അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ മുർത്തത്തായാലോ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അത്, അല്ലെങ്കിലോ ആ സമയത്ത് ഒരാൾ വലിയ മുതലാളായി, വാങ്ങിയ ആൾ മുതലാളിയായി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സക്കാത്ത് വീടില്ല എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം പറഞ്ഞു. മൂന്നാമത്തത്, പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് കൊടുക്കുക. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പ് കൊടുക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ സമയം. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ അഫ്ളലായ രൂപം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കുക. നിസ്കാരത്തിന് പുറപ്പെടുന്ന മുമ്പാണ് കൊടുക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ സമയം. അതേ സ്ഥാനത്ത് നാലാമത്തതോ, ആവശ്യക്കാരോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ, അയൽവാസിയോ ഓരൊക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാ വരാം എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ, കാരണം കുടുംബക്കാർക്കും പിന്നെ അടുത്ത ആളുകൾക്ക് അത് അത്യാവശ്യം കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൊടുക്കാറിഞ്ഞാല് അപ്പൊ കുടുംബ ബന്ധം ചേർക്കലും വരും. കുടുംബക്കാർക്ക് കൊടുക്കുമ്പോൾ ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓരൊക്കെ വരാ, ഒരു വേറെ നാട്ടിലോ മറ്റോ ആണ്, ആ സമയത്ത് അവർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാന്നൊക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി പിന്തിച്ചാൽ പ്രശ്നമില്ല. അല്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കാതെ പെരുന്നാൾ നിസ്കാരത്തെക്കാളും പിന്തിപ്പിക്കലത് കറാഹത്താണെന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. അതേ സ്ഥാനത്ത് അത്യാവശ്യ കാരണങ്ങളൊന്നുമില്ലാതെ, അതായത് വാങ്ങുന്നവരൊന്നും മുസ്തഹിക്കങ്ങൾ ആരും ഇല്ല, ഇവന്റെ സമ്പത്തി എവിടെയോ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാരണം വഹിച്ച് അവിടെ ഈ 5-ാമത്തെ സ്ഥലത്ത് കുടുംബങ്ങളെ കാത്തുക അങ്ങനൊന്നുമില്ല, അത് ഉദറല്ല. ഏതായാലും മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ പെരുന്നാൾ ദിവസത്തെക്കാളും പിന്തിക്കല്, ഫിത്ർ സക്കാത്ത് അങ്ങനെ പിന്തിക്കൽ അത് ഹറാമാണ്. പെരുന്നാൾ ദിവസം ശവ്വാൽ 1 മഗ്രിബിന്റെ മുമ്പായി തന്നെ കൊടുക്കണം. മഗ്രിബ് വരെ കൊടുക്കാതെ മഗ്രിബിന്റെ ശേഷം അത് ഖളാ വീട്ടുന്നത് ഖളാ ആണ്, അതോടുകൂടി അത് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ തുഹ്ഫ 341 പുതിയ നുസ്ഖ, അതുപോലെ ഇയാനത്തു ത്വാലിബീൻ പുതിയ നുസ്ഖ 2-ാം വാല്യം 242, പഴയ നുസ്ഖ 2-ാം വാല്യം 198 എന്നിവ പേജുകളിലൊക്കെ ഇത് വിശദമായി പറഞ്ഞത് കാണാം. എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, സക്കാത്ത് വാങ്ങേണ്ട ആളുകൾ 8 വിഭാഗം, ആ 8 വിഭാഗത്തിനാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ആൾക്കാര്, ഒന്ന് ഫഖീർ, ഒന്ന് മിസ്കീന്, ഒന്ന് പുതുവിശ്വാസി, പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആള്, പിന്നെ കടമുള്ള ആളുകൾ. കടം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിന് കടം വാങ്ങിയതാവട്ടെ, ഇനി മറ്റു സ്ഥാപനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടിയോ മറ്റു പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവനാണെങ്കിലും ശരി, അവനിക്കും കടക്കാരന് എന്ന നിലയ്ക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളപ്പോൾ ഫഖീർ, മിസ്കീന്, സക്കാത്ത് ആമിനീങ്ങള്, സക്കാത്തിന്റെ ആമിനീങ്ങൾ ഇപ്പൊ ഏതായാലും ഉണ്ടാവില്ല, വ്യാപകമായിട്ടില്ല, ഇസ്ലാം രാഷ്ട്രങ്ങളിൽ ശേഖരിക്കുന്ന സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. അതേപോലെ മോചനപത്രം എഴുതപ്പെട്ടവൻ, അതിപ്പോ ഏതായാലും ഇല്ല. അതുപോലെ യുദ്ധം ചെയ്യുന്നവൻ, അതിപ്പോ ഏതായാലും ഇല്ല. യാത്രക്കാരൻ, ഇങ്ങനെയുള്ള ഇപ്പൊ ഉള്ളത് നമുക്ക് ഇതാണ്. ഫിത്ർ സക്കാത്ത് വാങ്ങാൻ പറ്റിയ ആൾക്കാർ ഫഖീർ, മിസ്കീന്, പിന്നെ പുതിയ വിശ്വാസി, അതുപോലെ കടക്കാരന്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് നാം കൊടുക്കേണ്ടതുണ്ട്. ഈ കാര്യം നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കാറിനാൽ വലിയ മഹത്വമാണ്, ഒരുപാട് ദോഷങ്ങൾ മാഫാകാൻ അത് കാരണമാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു നിഅമത്താണല്ലോ പുണ്യത്തിന്റെ ഭൂക്കാലമായ വിശുദ്ധ റമദാൻ ഷരീഫ്. വിശുദ്ധ റമദാൻ ഷരീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല തന്ന വലിയ ഒരു നിഅമത്താണ്. വർഷം തോറും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളൊക്കെ മാഫാകാൻ വേണ്ടി അള്ളാഹു നൽകിയ വലിയ ഒരു നിഅമത്താണ് പുണ്യത്തിന്റെ ഭൂക്കാലമായ വിശുദ്ധ റമദാൻ. ആ വിശുദ്ധ റമദാനിൽ വന്ന ഫാൾട്ടുകൾ പരിഹരിക്കാനുള്ളതാണ്, നോമ്പിൽ വന്ന ഫാൾട്ടുകളൊക്കെ പരിഹരിക്കാനുള്ളതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട വക്കീ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദായ മഹാനവറുകൾ പറയുന്ന വാക്കാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അത് സഹവിന്റെ സുജൂദ് പോലെയാണ്. ഇന്ന സദഖത്തുൽ ഫിത്രി ലിശഹരി റമദാന കസജദത്തി സഹവി ലിസ്വലാത്തി തജ്ബുറു നഖ്സ സൗമി കമാ യജ്ബുറു സുജൂദു നഖ്സ സ്വലാഹ്. അതായത് ബഹുമാനപ്പെട്ട വക്കീ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹ്ഫത്തുൽ മുഹ്താജിലും സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി ഫതുൽ മിലൊക്കെ രേഖപ്പെടുത്തിയതാണ്. തുഹ്ഫ 3-ാം വാല്യം 337-ാമത്തെ പേജിൽ കാണാം. പരിശുദ്ധ റമദാൻ ഷരീഫിലേക്ക് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ സഹബിന്റെ സുജൂദാണ്. എന്നാൽ അബ്ആദു സുന്നത്ത് ഒഴിവാക്കിയാലും മനഃപൂർവ്വം ഒഴിവാക്കിയാലും മറന്നു ഒഴിവാക്കിയാലും സഹബിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കൽ അത് സുന്നത്താണ്. അതേ സ്ഥാനത്ത് ഫിത്ർ സക്കാത്ത് ഫർളാണ്. ഏതായാലും റമദാൻ മാസത്തിന്റെ ഫാൾട്ടുകൾ അത് പരിഹരിക്കാനുള്ളതാണ് ഫിത്ർ സക്കാത്ത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നോമ്പിന്റെ ന്യൂനതകളെ പരിഹരിക്കാനുള്ളതാണ്. ഏതുപോലെ സഹബിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ ന്യൂനതകളൊക്കെ പരിഗണിക്കും എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വക്കീ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു 2-ാം വാല്യം 158, സുനൻ അബീ ദാവൂദ് 1609-ാമത്തെ ഹദീസ് രേഖപ്പെടുത്തുന്നു. സകാത്തുൽ ഫിത്രി തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തുൽ ലിൽ മസാകീൻ. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ ശുദ്ധിയാക്കാനുള്ളതാണ്. അനാവശ്യമായ വാക്കുകളെ തൊട്ടൊക്കെ, വേണ്ടാവൃത്തിയായ വാക്കുകൾ, തോന്നിയാസങ്ങൾ, അതിനെ തൊട്ടൊക്കെ രക്ഷപ്പെടുത്താനുള്ളതാണ് പരിശുദ്ധമായിരിക്കുന്ന ഫിത്ർ സക്കാത്ത് എന്ന് ഹദീസുകളിൽ കാണാം. അതായത് ദോഷങ്ങളെ തൊട്ട് ശുദ്ധിയാക്കാണ് ഫിത്ർ സക്കാത്ത് എന്ന അനാവശ്യങ്ങളിൽ നിന്നും മോശത്രങ്ങളിൽ നിന്നും നോമ്പുകാരനെ പരിശുദ്ധമാക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാല്യം 305-ാമത്തെ പേജിലും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നഹാ തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി, അനാവശ്യങ്ങളായ വാക്കുകളെ തൊട്ടും മോശത്രങ്ങളെ തൊട്ടൊക്കെ നോമ്പുകാരനെ പരിശുദ്ധമാക്കുന്ന സംഗതിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല തുഅമത്തുൽ മസാകീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത് മിസ്കീന്മാർക്കുള്ള ഭക്ഷണമാണ്. നിസ്കാരത്തിന്റെ മുമ്പ് അതിനെ കൊടുത്താൽ അത് അപ്പോഴാണ് സക്കാത്തും മഖ്ബൂല, അതായത് നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് ഏറ്റവും മഹത്വമുള്ളത്. അതുകൊണ്ടാണ് സക്കാത്തും മഖ്ബൂല എന്നാണ് ഈ പേര് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഒമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സ്വദഖത്തു മിന സ്വദഖാത്ത്, പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം കൊടുക്കുകയാണെങ്കിലോ സ്വദഖകൾപ്പെട്ടൊരു സ്വദഖാണ്. അത് ഫിത്ർ സക്കാത്തായിട്ട് വീടും, പക്ഷേ അത് കറാഹത്താണ്. വളരെ അത്യാവശ്യമുള്ള ആളുകൾ, കുടുംബമിത്രാദികൾ, അങ്ങനെയുള്ള ആളുകൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം വരുമെന്ന് അവർക്ക് വേണ്ടി കാത്തു നിന്നാൽ കറാഹത്ത് വരൂല എന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു സർസരി തങ്ങൾ ജരീർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, അന്ന ശഹ്റ റമളാന മുതഅല്ലഖും ബൈനസ് സമാഇ വൽ അർളി ലാ യർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്രി. മാത്രമല്ല ഇന്ന സൗമ റമളാന മുഅല്ലഖും ബൈനസ് സമാഇ വൽ അർളി ഹത്താ യുഅദ്ദിയ സ്വദഖത്തുൽ ഫിത്രി എന്ന് ഹദീസുകൾ ദഖായിറുൽ ഇഖ്വാൻ 58, അതുപോലെ സുബദത്തുൽ വാഇദീൻ 358, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹദീസുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല അൽ ഫിർദൗസ് ബി മഅ്സൂറിൽ ഖിതാബ് എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലും ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗമുൽ അബ്ദി ഇന്ന സൗമൽ റമളാന, പരിശുദ്ധ റമളാൻ ഷരീഫിന്റെ നോമ്പ്, ഒരു അടിമയുടെ നോമ്പ്, അത് ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിൽ ബന്ദ് ചെയ്യപ്പെടുന്നു ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് വരെ എന്ന് ഹദീസ് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഖിദ് ശഹ്ർ റമളാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ 58-ാമത്തെ പേജിലും, അതുപോലെ സുബദത്തുൽ വാഇദീൻ 112-ാമത്തെ പേജിലും കാണാം. വമം മശാബി സ്വദഖത്തിൽ ഫിത്, ബഹുമാനപ്പെട്ട സഖാറുൽ ഇഖ്വാനിലും ദുബദത്തുൽ വാഇലിലും കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് അതുപോലെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു, ആകാശത്തിന്റെയും ഭൂമിന്റെയും ബന്ദ് ചെയ്യപ്പെടുമെന്ന ഹദീസിന്റെ ശേഷം പറയുകയാണ്,
ഇദാ അദ്ദാ സ്വദഖത്തുൽ ഫിത്രി ജഅലല്ലാഹു ലഹു ജനാഹൈനി അഖ്ളറൈനി യതീറു ബിഹിമാ ഇലസ് സമാഇ സാബിആ ثم يأمر الله تعالى أن يجعل في قنديل من قناديل الأرش حتى يأتي صباحه. അതായത് ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രസ്തുത ഫിത്ർ സക്കാത്ത് അത് നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പച്ച ചിറകുകൾ നൽകുന്നതാണ്. അങ്ങനെയുള്ള നോമ്പിനിക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ നോമ്പിനിക്ക് എന്താകും? ഒരു പച്ച ചിറകുകൾ, 2 പച്ച ചിറകുകൾ അല്ലാഹു നൽകും. എന്നിട്ടോ ആ ചിറകുകൾ എന്തെയും 7ാമത്തെ ആകാശത്തിലേക്ക് ആ ചിറകുകളുമായി അത് പറക്കും. എന്നിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു അതിന്റെ അവകാശി വരുന്നത് വരെ അർശിന്റെ വിളക്കുകളിൽ നിന്ന് ഒന്നിൽ അതിനെ, അർശിന്റെ വിളക്കുകൾ ഖനാദീലുൽ അർശ്, അർശുകളുടെ കിന്ദീലുകളിൽ നിന്ന് അതിനെ സൂക്ഷിക്കുകയും അതിനെ നിക്ഷേപിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ അങ്ങനെ കൽപ്പിക്കും എന്നും ഹദീസിൽ കാണാം. അതായത് അല്ലാഹു തആല അർശിന്റെ വിളക്കുകളിൽ നിന്ന് ഒരു വിളക്കിൽ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കും എന്ന് ദഖായിറുൽ ഇഖ്വാൻ 58, സുബദത്തുൽ വാഇലിൻ 358 എന്ന ഗ്രന്ഥങ്ങളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല സുബദത്തുൽ വാഇലിൻ 358 ഒരു ഹദീസ് കാണാം, വമമ്മശാ ബിസദഖത്തിൽ ഫിത്രി ഇലാ ഫഖീരിൻ ദി ഇയാലിൻ കുതിബ ലഹു ബികുല്ലി ഖദമിൻ അൽഫ് ദറജ. അതായത് ഫിത്ർ സക്കാത്ത് ആശ്രിതരുള്ള, അതായത് കുടുംബങ്ങളും മക്കളും മക്കളൊക്കെ ഉള്ള ഒരു ഫഖീർ, പാവപ്പെട്ട മനുഷ്യനിക്ക് നൽകാൻ വേണ്ടി ഒരാൾ ഫിത്ർ സക്കാത്ത് എടുത്ത് നടന്നു പോവാണ്. കാരണം ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കലാണ് ഏറ്റവും മഹത്വം എന്ന നിലക്ക് അത് ദർജ വർദ്ധിക്കാനും മാത്രമല്ല ഓരോ കാലുകൊണ്ട് പ്രതിഫലം അവനിക്ക് കൂടുതലായി കിട്ടുമെന്ന. അപ്പൊ ഫിത്ർ സക്കാത്ത് എടുത്തിട്ട് ഒരാള് പാവപ്പെട്ട മനുഷ്യന്റെ അരികിലേക്ക് നടന്നു പോയാൽ കുതിബ ലഹു ബികുല്ലി ഖദമിൻ അൽഫി ദറജ. അങ്ങനെ നടന്നു കഴിഞ്ഞാല് അവന്റെ ഓരോ ചെരുപ്പ് കാൽപാദം, അവരെ ഓരോ ചെരുപ്പടിക്കനുസരിച്ച് അല്ലാഹു തആല 10 ലക്ഷം പദവികൾ അവൻക്ക് ലഭിക്കുന്നതാണ് എന്ന് സുബദത്തുൽ വാഇലിൻ 112 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണ് ഫിത്ർ സക്കാത്തിനുള്ളത്. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇദ് ഷഹർ റമദാൻ 58 പേജിൽ കാണാം, മൻ അഅതാ സദഖത്തുൽ ഫിത്രി കാന ലഹു അശറതു അഷ്യാ. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ 10 ഗുണങ്ങൾ അവനക്കുണ്ട്. യുതഹിറു ജസദഹു മിന ദുനൂബ് യഅതിഖു മിനൻ നാർ. എങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണുള്ളത്. യുതഹിറു ജസദഹു മിന ദുനൂബ് യഅതിഖു മിനൻ നാർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പുണ്യങ്ങൾ അവനിക്കുണ്ട്. അവന്റെ ദോഷങ്ങളൊക്കെ ശുദ്ധിയാകാൻ, അവന്റെ ശരീര ദോഷങ്ങൾ തൊട്ട് ശുദ്ധിയാകാനും നരകത്തെട്ട് മോചനം ലഭിക്കാനും അവന്റെ സൗമ മഖബൂലാകാനും സ്വർഗം ലഭിക്കാനും അതുപോലെ ഖബറിൽ നിന്ന് പേടിയില്ലാതെ പുറപ്പെടാനും അതുപോലെ അവൻ ചെയ്ത ആ വർഷത്തിൽ ചെയ്ത ഖൈറാത്തുകളൊക്കെ സ്വീകരിക്കപ്പെടാനും അവനിക്ക് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ലഭിക്കാനും അതുപോലെ സിറാത്ത് എന്ന പാലയിൽ പെട്ടെന്ന് സഞ്ചരിക്കാനും അതുപോലെ അവന്റെ ഹസനാത്തിൽ മീസാൻ, അവന്റെ ഹസനാത്ത് നന്മകളുമായി മീസാൻ തുലാസ കനം കൂടാനും അതുപോലെ അവൻ പരാജയപ്പെട്ട ലിസ്റ്റിൽ നിന്ന് പുറപ്പെട്ട് അല്ലാഹു തആല വിജയികൾ ലിസ്റ്റിൽ പെടുത്താനും ഈ 10 ഗുണങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവനിക്ക് ഉണ്ട് എന്ന് സുബദത്തുൽ വാഇലിൻ 58 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് മഹത്വമാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞു. അതിനൊരു ചരിത്രം ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇദ് ഷഹർ റമദാൻ അതുപോലെ ദുർറത്തിലൊക്കെ കാണാം. 59 പേജിൽ ദഖായിറുൽ ഇഖ്വാനിൽ കാണാം, അന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നസിയ സകാത്തുൽ ഫിത്രി ഖബ്ല സ്വലാത്തിൽ ഈദ് ഫജഅല കഫാറത്തുഹു ഇത്ഖ റഖബത്തിൻ ثم جاء النبي صلى الله عليه وسلم فقال يا رسول الله نسيت زكاة الفطر قبل صلاة العيد فجعلت كفارته إتق رقبة. അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് ഒരു ദിവസം ഫിത്ർ സക്കാത്ത് മറന്നു. അങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്ന നിലയ്ക്ക് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം കൊടുത്തു. നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കാത്തതിന്റെ പേരിൽ കഫാറത്തായിട്ട് ഒരു അടിമനെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ ഹദറത്തിൽ പോയി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാനിസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ ശേഷം കൊടുത്തതിന്റെ പേരിൽ ഒരു അടിമ ഞാൻ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ പറഞ്ഞു, ലൗ അഅ്തഖത യാ ഉസ്മാൻ മിഅത റഖബത്തിൻ ലം തബ്ലുഗ് സവാബ സകാത്തിൽ ഫിത്രി ഖബല സ്വലാത്തിൽ ഈദ്. ഓ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻക, നിങ്ങൾ ഫിത്ർ സകാത്ത് പെരുന്നാനിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കാതെ പെരുന്നാനിസ്കാരത്തിന്റെ ശേഷം കൊടുത്തിട്ട് ഒരു അടിമനെ മോചിപ്പിച്ചില്ലേ? ഒരു അടിമയല്ല 100 അടിമനെ മോചിപ്പിച്ചാലും പെരുന്നാനിസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അത്ര പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ് ദഖായിറുൽ ഇഖ്വാനി ഫീ മവാഇദ് ശഹ്ർ റമളാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ അഹ്മദ് ഇബ്നു സൈനുദ്ദീൻ ജുബാനി റഹ്മത്തുള്ളാഹി അലൈഹി 59-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അത്രക്കും മഹത്വമേറിയ പുണ്യകർമ്മമാണ് പെരുന്നാനിസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഈ 5 സമയങ്ങൾ പറഞ്ഞു. അതോടുകൂടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ കൊടുക്കപ്പെടുന്ന ആളെ നിബന്ധനകൾ നമ്മൾ നോക്കണം. ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അവരുണ്ടാകേണ്ട കാരണങ്ങൾ. നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ ഈ വിധത്തിൽ അവർക്കും പാലിക്കേണ്ട നിബന്ധനകൾ ഉണ്ടാകണം. ഒന്ന്, അയാൾ മുസ്ലിം ആയിരിക്കണം. കാഫിറാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്തും ഈമാനും സലാമത്താക്കി തരുമാറാകട്ടെ. കുഫറിനെ തൊട്ട് ഫിസ്ഖിനെ തൊട്ട് ബിദ്അത്തിനെ തൊട്ടൊക്കെ അല്ലാഹു തആല ഈ പരിശുദ്ധ റമളാൻ ഷരീഫിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും മുസ്ലിമായ ആളുകളെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാവൂ. അതുപോലെ റമളാന്റെ അവസാന സമയവും ഷവ്വാലിന്റെ ആദ്യ സമയം ഉണ്ടാകണം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ റമളാന്റെ അവസാന സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഒരാള് ഭാര്യനെ ത്വലാഖ് ചൊല്ലി. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഭാര്യയല്ല, അതേ സ്ഥാനത്ത് മടിക്കെടുക്കാൻ പറ്റിയ ഭാര്യയാണെങ്കിൽ 1-2 ത്വലാഖ് ചെയ്താല് മടിക്കെടുക്കാൻ പറ്റുമല്ല. ആ മടിക്കെടുക്കാൻ പറ്റുന്ന ഭാര്യക്ക് ചെലവെടുക്കൽ നിർബന്ധമുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചെലവെടുക്കൽ നിർബന്ധമുണ്ട്. അതേപോലെ അല്ലെങ്കിൽ ബായിനാ ത്വലാഖ് 3 ത്വലാഖും ചെല്ലിക്കണം. പക്ഷേ ആ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയാകുമ്പോൾ പ്രസവിക്കുന്നവരെ ചെലവെടുക്കൽ നിർബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം ഫിത്ർ സക്കാത്ത്, മഗ്‌രിബിന്റെ മുമ്പ് ത്വലാഖ് ചെല്ലിയാലും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന ശേഷം ഒരാൾ മരിച്ചു, അയാളെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. കാരണം എന്താ? മഗ്‌രിബിന്റെ സമയത്ത് അയാൾ ഹയാത്തുണ്ടല്ലോ, പിന്നീടാണല്ലോ മരണപ്പെട്ടത്. അപ്പൊ അതിന്റെ പേരിലും സക്കാത്ത് കൊടുക്കണം. അതേ സ്ഥാനത്ത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഒരു കുട്ടി ജനിച്ചത്. എന്നാൽ മഗ്‌രിബിന്റെ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിയെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്. അതേപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് മരിച്ചിക്കണ്, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് മരിച്ചു, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അയാളില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അയാൾ തൊട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്ന് ഫത്തുഹുൽ മുഈൻ, അതുപോലെ നിഹായത്തു സൈൻ 174 തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ എല്ലാം മഹത്തുക്കളൊക്കെ പറഞ്ഞത് കാണാം. അപ്പൊ എന്താണ് കൊടുക്കേണ്ടത് നാം ചിന്തിക്കണം. ആരുടെ സക്കാത്താണോ നൽകുന്നത് അവരുടെ നാട്ടിലെ ഗാലിബ് ഖൂത്തിൽ ബലദ്, മുഖ്യ ആഹാരം ആണ് നാം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ഫത്തുഹുൽ മുഈൻ 172-ാമത്തെ പേജിൽ കാണാം. അപ്പൊ നമ്മുടെ നാട്ടില് മുഖ്യ ആഹാരം നേരത്തെ പറഞ്ഞതുപോലെ അരി ആയതുകൊണ്ട് അരിയാണ് നൽകേണ്ടത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വാ കൊടുക്കേണ്ടത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ് ഒരു സ്വാ. ഏകദേശം 3 ലിറ്ററും 200 മില്ലി ലിറ്ററാണ്. അത് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോ 2.5 കിലോന്റെയും 3 കിലോന്റെയും ഇടയിലാണ് അത് സാധാരണ കാണാറുള്ളത്. കാരണം നമുക്ക് അളന്നിട്ട് അതിന്റെ കണക്ക് പറയാൻ പറ്റുള്ളൂ, കിലോ അനുസരിച്ച് കണക്ക് പറയാൻ പറ്റൂല. കാരണം അരി ഉണക്കത്തിലും പിന്നെ തൂക്കത്തിലൊക്കെ അതിന്റെ മാറ്റം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അരിന്റെ ചിലപ്പോൾ തൂക്കം ഉണങ്ങുമ്പോഴും അതേപോലെ അതിന്റെ തൂക്കം നോക്കുമ്പോൾ ചിലപ്പോൾ മാറ്റ വ്യത്യാസങ്ങൾ ജാസ്തിയും വ്യത്യാസമൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ സാധാരണയിൽ നമ്മൾ അരി തൂക്കുമ്പോൾ നമ്മളെ മുദ്ദ്, ഇപ്പൊ നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ പ്രധാനപ്പെട്ട മുദ്ദുകളുണ്ടല്ലോ, കുറച്ച് മുമ്പ് ഒരുപാട് അകാബിരിങ്ങളായ പണ്ഡിത മഹത്തുക്കളൊക്കെ കൂടി അവരോടൊക്കെ മുഷാവറ നടത്തി ഷാരിയാത്തി കുതുബ്ഖാനയുള്ള മുദ്ദനുസരിച്ച് ദാറുൽ ഇഫ്താ അൽ അസ്ഹരിയ അതിലുള്ള അവിടുത്തെ മുദ്ദ അനുസരിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള
അറിയപ്പെട്ട മുദ് ഒരുപാട് അഹദലിയ സാദാത്യങ്ങളൊക്കെ ഷാലിയാത്തി കുത്തുബ്ഖാന ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മർക്കസു അക്കാബിർ അഹ്ലുസുന്ന ദാറുൽ ഇഫ്താൽ അസ്ഹരിയിൽ ഉണ്ടായിരുന്ന ഒരു മുദ്, ആ മുദ് അഹദലിയ സാദാത്യങ്ങൾ അവിടെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചൊരു പാത്രമുണ്ടാക്കി നമ്മുടെ കാജൂർ ഷെരീഫിലും മറ്റൊക്കെ കാണാം. ഏതായാലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അതിന്റെ മുദ് പാത്രം കിട്ടും. ഏതായാലും ഇപ്പോ വിൽപ്പനക്ക് തന്നെ ലഭിക്കുന്ന ഒരു വിശ്വാസയോഗ്യമായ മുദ്ദിന്റെ പാത്രം അത് വാങ്ങിയാൽ നമുക്ക് ഒരുപാട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ മുദ് നമ്മുടെ മക്തബയിലും മറ്റുമുണ്ടല്ല. ആ മുദ്ദിന്റെ പാത്രം ഒരുപാട് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഭാഗത്ത് ഇത് ആദ്യമായി വിൽക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു കൊബ്ബന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് എടുക്കുന്ന സമയത്ത്. അന്ന് അകാബിരിങ്ങളായ നമ്മുടെ അസാധ്യതത്ത് മഷായിഖിനോടൊക്കെ മുഷാവറ നടത്തിയതിന്റെ ശേഷമാണ് നമ്മൾ അത് മിൽക്കിലാക്കിയത് തന്നെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ശേഷം അത് പല വിധത്തിലും പലരും മുദ്ദുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വിൽപ്പനയ്ക്ക് കിട്ടുന്നുണ്ട്. ആ മുദ്ദനുസരിച്ച് നോക്കിയാൽ ഒരു മുദ്, ഇപ്പൊ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾക്ക് മുദ് കൊടുക്കുമല്ല, വാർദ്ധക്യത്തിന്റെ കാരണം കൊണ്ട് വയസ്സായതിന്റെ പേരിൽ അല്ലെങ്കിൽ ഷിഫയാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗത്തിന്റെ കാരണം നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കണം, 650 ഗ്രാം. ആ മുദ് പാത്രത്തിൽ ഒരു പാത്രം. ഫിത്ർ സക്കാത്ത് ആകുമ്പോൾ ആ പാത്രം 4 പാത്രം കൊടുക്കണം. 4 മുദ് കൂടിയാലാണ് ഒരു ഫിത്ർ സക്കാത്ത് ആവുകയുള്ളൂ. അതേ സ്ഥാനത്ത് മുല കുടിപ്പിക്കുന്ന, അതുപോലെ ഗർഭിണിയായ പെണ്ണ് കുട്ടിക്ക് വേണ്ടി മാത്രം, കുട്ടിക്ക് വിഷമാകും എന്ന നിലയ്ക്ക് നോമ്പ് ഉപേക്ഷിച്ചാൽ ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടുകയും കുട്ടിക്ക് വേണ്ടി മാത്രം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഒരു മുദ് കൊടുക്കണം. അതായത് 650 ഗ്രാം മുദ് അരി കൊടുക്കണം. അതേ സ്ഥാനത്ത് കുട്ടിക്ക് വേണ്ടിയിട്ടും സ്വന്തത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്വന്തത്തിന്റെ വിഷമത്തിന് വേണ്ടിയാണോ നോമ്പ് ഉപേക്ഷിച്ചത്, എന്നാൽ പിന്നീട് ഖളാ വീട്ടിയാൽ മതി, മുദ് കൊടുക്കേണ്ടതില്ല. അതേപോലെ ഒരു നോമ്പ് റമദാൻ നോമ്പ് ഖളാ ആക്കിയിട്ട് അടുത്ത വർഷം വരെ റമദാൻ നോമ്പ് ഖളാ വീട്ടണം. ആ ഖളാ വീട്ടിട്ടില്ലെങ്കിൽ ആ അടുത്ത വർഷം റമദാൻ വന്നിട്ട് പിന്നെ ഖളാ വീട്ടാണെങ്കിൽ നോമ്പ് ഖളാ വീട്ടുകയും വേണം, ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കുകയും വേണം. അതേപോലെ ഒരാള് ഒരു റമദാനിൽ നോമ്പ് ഖളാ വീട്ടി, നോമ്പ് ഉപേക്ഷിച്ചു, അടുത്ത വർഷം റമദാൻ വരെ സൗകര്യം ഉണ്ടായിട്ട് നോമ്പ് അനുഷ്ഠിച്ചില്ല, സൗകര്യം ഉണ്ടായിട്ട് പോലും നോമ്പ് ഖളാ വീട്ടിട്ടില്ല, അങ്ങനെ അയാൾ മരണപ്പെട്ടാലോ സുബ്ഹാന ജല്ല ജലാലുഹു, അയാള് വഹിച്ചിട്ട സ്വത്തിൽ നിന്ന് 2 മുദ് കൊടുക്കണം ഓരോ നോമ്പിന്. ഒന്ന് പിന്തിച്ചതിന്റെ പേരിൽ, ഒന്ന് നോൽക്കാത്തതിന്റെ പേരിൽ. അങ്ങനെ 2 മുദ് കൊടുക്കണമെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മുദ് എന്ന് പറഞ്ഞാല് 650 ഗ്രാം അരിയാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു വർഷം വരെ ഖളാ വീട്ടാതെ പിന്തിച്ചാലോ ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കണം. 2 വർഷം പിന്തിച്ചാലോ ഒരു നോമ്പിന് 2 മുദ്, 3 വർഷം പിന്തിച്ചാലോ 3 മുദ്. അങ്ങനെ മുദ്ദുകൾ വർഷമനുസരിച്ച് അത് കൂടി വരും. അത് മുദ്ദിന്റെ മസലയാണ്. ഏതായാലും ഫിത്ർ സക്കാത്ത് 4 മുദ് കൂടുമ്പോൾ ഒരു സ്വാ ആണ്. 4 മുദ് കൂടിയാൽ ഒരു സ്വാ. അത് കിലോഗ്രാം കണക്ക് നോക്കുമ്പോൾ 2,500 മുതൽ 3 കിലോഗ്രാം വരെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് കിലോന്റെ കണക്കിന് എന്താ ശരിയാകാത്തത്, വർഷം തോറും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. 3 ലിറ്ററും 200 മില്ലി ലിറ്ററാണ് അളവനുസരിച്ച് നമുക്ക് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തൂക്കം അനുസരിച്ച് കിലോ അനുസരിച്ചല്ല. എങ്കിലും 3 ലിറ്ററും 200 മില്ലി ലിറ്റർ ഇന്ന് ചിലപ്പോൾ 2,600 അല്ലെങ്കിൽ 2,700 അല്ലെങ്കിൽ 750, സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2,750 ആണ് കൊടുത്താൽ, അല്ലെങ്കിൽ 3ന്റെ ഇടയിലായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത് പരിഹരിക്കാൻ കഴിയും. ഈ മുദ്ദനുസരിച്ചാണെങ്കിൽ 4 മുദ്ദാണ്ട് കൊടുത്താൽ മതി. 3 ലിറ്റർ 200 മില്ലി ലിറ്റർ, 10 ആളുണ്ടെങ്കിൽ 32 ലിറ്റർ ആണ് കൊടുത്താൽ 10 ആളുകളുടെ ഫിത്ർ സക്കാത്ത് വീടപ്പെടുമെന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമ്മൾ ഈ ഫിത്ർ സക്കാത്തിന്റെ മസലകളെല്ലാം ശരിക്കും മനസ്സിലാക്കുകയും മാത്രമല്ല, ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സംഗതിയാണല്ലോ, വലിയ മഹത്വമുള്ള സംഗതിയാണ് ഫിത്ർ സക്കാത്ത്. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. ഒരാൾക്ക് 3,200 ലിറ്റർ അനുസരിച്ച് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു വീട്ടണം. അത് നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ മാഫാകാനും ഒരുപാട് പുണ്യങ്ങൾ കിട്ടാനും അതുപോലെ നമ്മുടെ നോമ്പിന്റെ വന്ന ആ ഫാൾട്ടുകളൊക്കെ നീങ്ങാനും അതൊക്കെ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറാ തങ്ങൾ ഒരാളെ ഇതാ മക്കയുടെ ഓരോ ഗല്ലികളിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഒരാളോട് നിശ്ചയിച്ചിരുന്നു, ഒരാളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇമാം തുർമുദി തങ്ങൾ സുനനു തുർമുദി 2-ാം വാല്യം 159, അതായത് 674-ാമത്തെ ഹദീസിലും രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളും
ഇങ്ങനെയെല്ലാം പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാരണം ഫിത്ർ സക്കാത്ത് ഫിത്ർ എന്ന് പേര് വെക്കാൻ കാരണം അത് പരിശുദ്ധ റമളാനിൽ ഫർളാക്കപ്പെട്ടതാണ് ഹിജ്റ 2-ാം വർഷം. പക്ഷെ അത് നിർബന്ധമാകുന്നത് യൗമുൽ ഫിത്ർ ലൈലത്തുൽ ഫിത്റിലാണ്. അതുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത് എന്ന പേരുള്ളത് എന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഉമ്മത്തിന്റെ വലിയൊരു പ്രത്യേകത ഉള്ളൊരു സംഗതിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. നാം എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. പാവപ്പെട്ട ആളുകൾ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ റമദാൻ ശരീഫ് കഴിഞ്ഞ് പെരുന്നാൾ രാവളാകുമ്പോൾ എല്ലാ പാവപ്പെട്ട ആളുകളും നല്ല സന്തോഷത്തിൽ പെരുന്നാൾ ആഘോഷിക്കണം എന്ന നിലക്കാണ് ഈ ഫിത്ർ സക്കാത്ത് മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമായത്. ഇത് ബദനിന്റെ സക്കാത്താണ്. അതുകൊണ്ടാണ് ഏത് വ്യക്തി എവിടെയാണുള്ളത് അവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണം പറയാം, നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ മരുമകൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഭാര്യ പ്രസവിക്കാനോ മറ്റോ ഉമ്മയുടെ വീട്ടിലേക്ക് പോയെങ്കിൽ ഈ ഭർത്താവ് ആ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അവളുടെ നാട്ടിൽ തന്നെയാണ് എന്ന കാര്യം നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പെണ്ണ് എവിടെ, ശരീരം എവിടെ, അവിടെ തന്നെയാണ്. ഗൾഫിലെ ആള് ഫിത്ർ സക്കാത്ത് ഗൾഫിൽ തന്നെ, ഇവിടെയുള്ള ആള് ഫിത്ർ സക്കാത്ത് ഇവിടെ തന്നെ. എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന കാര്യം നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭർത്താവിനിക്ക് കഴിവില്ലെങ്കിലോ ഭാര്യക്ക് നല്ല കഴിവ് സാമ്പത്തിക ശേഷിയുണ്ട്. എന്നാൽ കഴിവില്ലാത്ത ഭർത്താവിനിക്ക് ഫിത്ർ സക്കാത്ത് ഭാര്യയുടെ സ്വന്തത്തിന്റെ ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്ത പോലെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. അതേ സ്ഥാനത്ത് ഭാര്യ മുതലാളി ഖനിയത്താണ്, സമ്പത്തുള്ളവളാണ്. എന്നാൽ അവൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല എങ്കിലും ഫിത്ർ സക്കാത്ത് അവൾക്ക് കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. എത്രമാത്രം ഒരു ഭർത്താവ് ചെലവ് കൊടുക്കുന്നില്ലെങ്കിൽ ഭാര്യക്കുമാണെങ്കിൽ ചെലവിന് വേണ്ടി കടം വാങ്ങാം. അതേ സ്ഥാനത്ത് ഭർത്താവ് ഫിത്ർ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ഭാര്യക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ പറ്റൂല എന്നും ഫുഖഹാ രേഖപ്പെടുത്തുന്നതായി കാണാം. മാത്രമല്ല നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഹനഫികളാകുമ്പോൾ ഹനഫി എന്ന് പറയുന്നത് ഹനഫി പെണ്ണ് ഹനഫി, ഭർത്താവ് ഷാഫി, അങ്ങനെയുള്ള മസ്അലയിൽ നാം പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് ഫിത്ർ സക്കാത്ത്, അതായത് പെണ്ണ് ഹനഫി ആണെങ്കിൽ ഭർത്താവിനിക്കല്ല നിർബന്ധം, പെണ്ണ് മുതലാളിയാണെങ്കിൽ പെണ്ണിന് തന്നെ ഫിത്ർ സക്കാത്ത് നിർബന്ധമുണ്ട്. അതേ സ്ഥാനത്ത് ഷാഫി ആണെങ്കിലോ അവിടെ ഷാഫി ചിന്തിക്കേണ്ടത് ഭർത്താവിനിക്കാണ് സ്വന്തത്തിന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുക എന്ന മസ്അല ചിന്തിക്കണം. അവിടെ ഒരു കാര്യം ഫുഖഹാ പറയുന്നു, വലൗ കാന സൗജു ഹനഫിയൻ യറാ ഉജൂബ ഫിത്രത്തിഹാ അലാ നഫ്സിഹാ വഹിയ ഷാഫിയത്തുൻ തറൽ ഉജൂബ അല സൗജി ഫലാ ഉജൂബ അലാ വാഹിദിൻ മിൻഹുമാ ലഅദമ ഇഅ്തിഖാദി കുല്ലൻ അന്നഹാ അലൈഹി. അതായത് ഭർത്താവ് ഹനഫി ആകുമ്പോൾ ഹനഫി മസ്ലക്ക് അനുസരിച്ച് ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ഭാര്യക്ക് തന്നെ നിർബന്ധമാകാം. ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ഭാര്യക്ക് തന്നെയാണ് നിർബന്ധമാകുക ഹനഫി അനുസരിച്ച്. ഭാര്യയാണെങ്കിൽ ഷാഫിയത്താണ്. അപ്പൊ ഭാര്യ എന്ത് ചിന്തിക്കും, എന്റെ ഫിത്ർ സക്കാത്ത് ഭർത്താവിനിക്കല്ലേ നിർബന്ധം, കാരണം ചെലവ് കൊടുക്കൽ നിർബന്ധം അത് ഭർത്താവിനിക്കാണ്, അപ്പൊ എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കലും ഭർത്താവിനാണ്. ഇങ്ങനെ രണ്ടുപേരും അങ്ങനെ ആകുമ്പോൾ ഭർത്താവ് ഹനഫിയും ഭാര്യ ഷാഫി ആണെങ്കിൽ രണ്ടുപേർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല. കാരണം എന്താ, ഭർത്താവ് എന്ത് ചിന്തിക്കുന്നു, എനിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല, ഹനഫി ആണല്ലോ, എനിക്ക് നിർബന്ധമില്ല, ഭാര്യന്റെ ഫിത്ർ സക്കാത്ത് ഭാര്യക്ക് നിർബന്ധമാകാം എന്ന് ഭർത്താവിനും കൊടുക്കേണ്ടതില്ല. അതേ സ്ഥാനത്ത് ഭാര്യ ആണെങ്കിലോ ഷാഫിയാണ്, അത് ഭർത്താവിനല്ലേ നിർബന്ധമുള്ളത്, എനിക്ക് നിർബന്ധമില്ലല്ലോ എന്ന നിലക്ക് അവൾക്കും നിർബന്ധം ഇല്ല എന്ന് മഹാന്മാരൊക്കെ പറയുന്നു. അതേ സ്ഥാനത്ത് ഭർത്താവ് ഷാഫിയും ഭാര്യ ഹനഫി ആണെങ്കിൽ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവ് ഹനഫി ഭാര്യ ഷാഫി ആണെങ്കിൽ രണ്ടാക്കും നിർബന്ധമില്ല. ഭർത്താവ് ഷാഫിയാണ് ഭാര്യ ഹനഫി ആണെങ്കിലോ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്, ഭർത്താവ് ഷാഫി ആണെങ്കിൽ ഷാഫിക്കനുസരിച്ച് അവന്റെ ഫിത്ർ സക്കാത്തും ഭാര്യയുടെ ഫിത്ർ സക്കാത്തും നിർബന്ധമാണ്. ചെലവെടുക്കൽ നിർബന്ധമുള്ള ആൾക്കാരൊക്കെ ഫിത്ർ സക്കാത്ത് ഭർത്താവിനിക്ക് നിർബന്ധമാണ്, അപ്പൊ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഭാര്യ ഹനഫി ആണെങ്കിലോ അത് ഹനഫിയായ ഭാര്യ ചിന്തിക്കണം, ഭർത്താവിനിക്കല്ല നിർബന്ധം, എനിക്കാണ് നിർബന്ധം. അപ്പൊ രണ്ടാൾക്കും നിർബന്ധമാണ്, ഭർത്താവിനിക്കും നിർബന്ധമാണ്, ഭാര്യക്കും നിർബന്ധമാണ്. എന്നാൽ ഒരാൾ കൊടുത്താലോ രണ്ടാളെ തൊട്ടത് മതിയാകും. ഒരാൾ കൊടുത്താൽ രണ്ടാൾക്കും തലബ് സാഖിത്തായി. പക്ഷെ രണ്ടാൾക്കും നിർബന്ധമാണ്, ഇവൾക്കും നിർബന്ധമാണ്, അവനിക്കും നിർബന്ധമാണ്. പക്ഷെ ഒരാൾ ഇപ്പൊ ഭാര്യന്റെ ഫിത്ർ സക്കാത്ത് ഭാര്യന് കൊടുത്താലോ ഭർത്താവിന് കൊടുത്താൽ മതി, ഭാര്യന്റെ കൊടുക്കൽ നിർബന്ധമില്ല. കാരണം ഭാര്യ കൊടുത്തിട്ടുണ്ടല്ലോ.
പക്ഷേ ഭർത്താവ് ഷാഫി ആയതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭാര്യ ഹൻഫിക്ക് അനുസരിച്ച് ഫിത്ര സക്കാത്ത് കൊടുത്താല് ഷാഫിക്ക് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. കാരണം 4 മുദ്ദാണ് ഒരു സാഹി എന്ന വിഷയത്തിൽ ഇവിടെ ലോകത്ത് ആർക്കും തന്നെ തർക്കമില്ല. ഒരു മുദ്ദ് എത്രയാണ് എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് ഹനഫിക്കാണെങ്കിലോ ഫിത്ര സക്കാത്ത് ഒരു സ്വാഹ് നിർബന്ധമുള്ള കോലങ്ങളുണ്ട്, അര സ്വാഹ് നിർബന്ധമുള്ള കോലങ്ങളുമുണ്ട്. ഷാഫിക്ക് എല്ലാ വിഷയത്തിലും ഒരു സ്വാ ആണ് നിർബന്ധമുള്ളത്. അപ്പൊ ഹനഫി ആണെങ്കിലോ ഗോതമ്പ് പോലത്തതാണെങ്കിൽ അര സ്വാ ആണ് നിർബന്ധം. നമുക്കാണെങ്കിലോ നാട്ടിൽ ഭക്ഷിക്കുന്ന ആ മുഖ്യ ആഹാരം ഗാലിബ് ഖൂത്തിൽ ബലദ് അതന്നെ കൊടുക്കണം. അവർക്ക് അങ്ങനെയല്ല. അപ്പൊ ഗോതമ്പ് പോലത്തത് ഫിത്ര സക്കാത്ത് കൊടുക്കുകയാണെങ്കിലോ അര സ്വാഹ്, അതായത് 2 കിലോ 80 ഗ്രാമാണ് അവർ ഫിത്ര സക്കാത്ത്. അത് ഒന്നിരിക്കൽ അരി കൊടുക്കുക, ഈ പറഞ്ഞ ഗോതമ്പ് മുതലായവ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സമ്പത്ത് അതിന്റെ വിലയും കൊടുക്കാൻ പറ്റും ഹനഫിക്ക്. ഷാഫിക്ക് അത് പറ്റൂല. ഷാഫിക്ക് ഒരു സ്വാഹ് തന്നെ, അതും തന്നെ വില കൊടുക്കാൻ പറ്റൂല. ആ ഭക്ഷണ സാധനം തന്നെ അരി തന്നെ കൊടുക്കണം. ഇപ്പൊ ഭാര്യ ഈ ഹനഫി ആയിരിക്കുന്ന ഭാര്യ അവൾ ഗോതമ്പ് പോലത്തെ കൊടുത്താൽ ഭർത്താവിനിക്കും സാഖിത്തായി. പക്ഷെ ഒരു പൈസയാണ് കൊടുത്തത്, എന്നാൽ ഭർത്താവിനിക്ക് അത് മതിയാവൂല. ഭാര്യയെ തൊട്ട് അരി തന്നെ കൊടുക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ ഹനഫികൾക്ക് കാരക്കയോ അല്ലെങ്കിൽ ദ്രാക്ഷി, മുനക്ക എന്ന് പറയുന്ന ദ്രാക്ഷി ഉണ്ടല്ലോ, ആ ദ്രാക്ഷി കൊടുക്കുകയാണെങ്കിലോ ഒരു സ്വാഹ് കൊടുക്കണം. 4 കിലോ 160 ഗ്രാം. അപ്പോ ഗോതമ്പ് പോലത്താണെങ്കിൽ അര സ്വാഹും, കാരക്ക മുനക്ക അതായത് ദ്രാക്ഷി പോലത്തതാണെങ്കിൽ ഒരു സ്വാ ആണ് എന്ന് വിശദീകരണമായി അൽ ഫത്താബ് അൽ ഹിന്ദിയ 1-ാം വാല്യം 191, അതുപോലെ ദുർറു മുഖ്താർ 3-ാം വാല്യം 372 തുടങ്ങിയ ഹനഫി ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഭർത്താവ് ഹനഫിയാണ്, ഭാര്യ ഷാഫിയാണെങ്കിൽ രണ്ടാക്കും ഫിത്ര സക്കാത്ത് നിർബന്ധം ഇല്ല. ഭർത്താവ് ഷാഫിയാണ്, ഭാര്യ ഹനഫിയാണെങ്കിൽ 2 പേർക്കും ഫിത്ര സക്കാത്ത് കൊടുക്കൽ നിർബന്ധം തന്നെയാണ്. ഒരാൾ കൊടുത്താല് അത് മറ്റേ ആളെ തൊട്ട് സാഖിത്തായി, തൊലബ് സാഖിത്തായി എന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷാഫിയായ ഭർത്താവ് അടിസ്ഥാന ഷാഫിക്കനുസരിച്ച് ഭാര്യ കൊടുത്ത ഫിത്ര സക്കാത്ത് വീടുന്നത് പോലെ ആകണം. ഷാഫി ഗാലിബ് ഖൂത്തിൽ ബലദ് നാട്ടിലെ മുഖ്യ ആഹാരമായ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. ഹനഫിക്ക് അത് നിർബന്ധം ഇല്ല. അപ്പൊ ഹനഫി കൊടുത്തത് ഷാഫിക്കും മതിയാകുന്ന വിധത്തിലാണെങ്കിൽ ഭാര്യ കൊടുത്തത് തന്നെ മതിയാകും. അല്ലാത്ത പക്ഷം ഷാഫിയായ ഭർത്താവ് അവന്റെ മസ്ലക്കനുസരിച്ച് അവന്റെ ഫിത്ര സക്കാത്തും ഭാര്യയുടെ ഫിത്ര സക്കാത്തും വേറെ തന്നെ, അവൾക്ക് മറ്റത് കൊടുത്തു ഷാഫിക്ക് മതിയാകാത്തത്, എന്നാൽ വേറെ തന്നെ ഇയാൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫിത്ര സക്കാത്ത് വേറെ തന്നെ മുഖ്യ ആഹാരമായ ധാന്യം തന്നെ അരി തന്നെ കൊടുക്കണം എന്ന് യാനത്തു ത്വാലിബീൻ 2-ാം വാല്യം 235, അതുപോലെ ഹാഷിയത്തു ഷർവാനി അലാ തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാല്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഫിത്ര സക്കാത്തിന്റെ കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ സക്കാത്ത് ആയതുകൊണ്ട് ഈ കാര്യം പ്രത്യേകിച്ചും ജസദുള്ള സ്ഥലത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ശരീരം എവിടെയാണ് അവിടെയാണ് ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടത്. ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ഫിത്ര സക്കാത്ത് ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് ഫിത്ര സക്കാത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിന്റെ കമാ ഹഖ്ഖുഹു നിറവേറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.